പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരിക്ക് വളരെ അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കളമശ്ശേരി വളരെ അടുത്ത് തന്നെയാണ്. എടപ്പള്ളിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. മാത്രമല്ല 5 സെൻറ്റ് ഭൂമിയിൽ 2550 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. ബോക്സി ഡിസൈനാണ് വരുന്നത്. മാത്രമല്ല റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറ്റിയിടുന്ന രീതിയിലാണ് ഇതിൻ്റെ പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടൈലാണ് പാകിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ 2 ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനും സ്പേസ് നമുക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. ഈ പോർച്ചിൽ തന്നെ ഒരു CNC കട്ടിങ് ഡിസൈൻ വരുന്നുണ്ട്. ഭംഗിയായിട്ട് അതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ ആ ഭാഗത്ത് വരുന്ന ഭിത്തി ഭംഗിയായിട്ട് ഗ്ലാഡി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സും കൂടി വരാൻ നേരത്ത് കുറച്ചും കൂടി ഭംഗിയാവും ആ ഏരിയ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈസ്റ്റ് സൈഡാണ്. നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്ലാഡിങ് സ്റ്റോൺ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം നാനോ ടൈല് തന്നെയാണ് വന്നുള്ളത്. ഇവിടെ 3 ചെയർ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം നമുക്ക്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. അതായത് നോർത്ത് സൈഡിലാണ് വീടിൻ്റെ ഫേസ് വരുന്നത്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത് 2 പീസ് ഡോർ വന്നിട്ടുണ്ട്. അതിന് ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. 3 സെക്ഷനായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. മേലെ വുഡിൻ്റെ ടെക്സ്ചറിലുള്ള PVC ലാമിനേഷൻ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. 2 സെക്ഷനായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റ് ലാമിനേഷനും പിന്നെ ഒന്ന് ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു CNC കട്ടിങ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫൈബറിൻ്റെ ലാമിനേഷനാണ് വന്നുള്ളത്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെബിളുകളെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അതായത് കയറി വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന ഭിത്തിയാണ് ഈ കാണുന്നത്. നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ പെബിൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ വാൾപേപ്പറാണ് ഒട്ടിച്ചുള്ളത്. അതും നല്ല ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ പഴയ വീടിൻ്റെ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേലത്തെ ഫാൾ സീലിംഗ് വർക്ക് എല്ലാം കൊടുത്തുള്ളത്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവില്ല. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് നല്ലൊരു കോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇൻവെർട്ടർ വയ്ക്കാനായിട്ട് ഈ സ്പേസും യൂസ് ചെയ്യാവുന്നതാണ്. അകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. അത് ഈസ്റ്റ് സൈഡാണ്. പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് വരുന്നത്. നല്ലൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ് ഏരിയയിലേക്ക് വരാം. നല്ല ഭംഗിയുള്ളൊരു വാഷ് ഏരിയ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പില്ലർ കോക്ക് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മിററും ലൈറ്റും ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ലാമിനേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറും നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നേരെ കിച്ചണിലേക്ക് വരികയാണ്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് അടുക്കള വന്നുള്ളത്. ഒരേ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡ് കൊടുത്തിരിക്കുന്നത് 2 കളർ പാറ്റേണോട് കൂടിയാണ്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്.
നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ടാപ്പും ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഒരു വലിയ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ് ഈ വരുന്നത്. സൗത്ത് സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറ് വന്നിട്ടുണ്ട്. അവിടെയും സ്പേസ് ഉണ്ട്, നല്ല വർക്ക് ഏരിയ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു PVC ലാമിനേഷനാണ് വന്നുള്ളത്. അതിനെ നേരെ വാഷ് ഏരിയനോട് ചേർത്തിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഗ്ലോസി ഡിസൈനാണ് വരുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് കുറേ പെയിൻറ്റിങ് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്പേസ് കാണാം. മാത്രമല്ല ഫിറ്റിങ്സ് ഒക്കെ നമുക്കിപ്പോൾ കാണാവുന്നേ ഉള്ളൂ. നല്ലൊരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ജാഗോൻ്റെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അതൊരു ഷവർ ഏരിയ ആണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ. നല്ലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് വൈറ്റ് ടൈലിൻ്റെ തീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കണ്ടു. അതും മാസ്റ്റർ ബെഡ്റൂം. ഇനി നമുക്ക് താഴെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് തന്നെയാണ്. സെയിം ഗ്ലോസി ഡിസൈൻ തന്നെയാണ് വന്നുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോകാം. ബാത്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. മേലെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടൈൽ പാറ്റേണും നല്ല ഭംഗിയുള്ള ടൈൽ പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. വുഡിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. കയറി വരുന്നത് ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലേക്ക് കയറാം. ഡൈനിങ്ങിന് മേലെയുള്ള ഡബിൾ ഹൈൻഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് ഒരു L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ്. ഇവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹോം തിയേറ്ററും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ L ഷേപ്പിൽ നമുക്ക് ഇവിടെയും സോഫ സെറ്റീസ് കൊടുക്കാം. ഒരു സൈഡിലെ ഭിത്തി നല്ല ഭംഗിയായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല 4 പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല PVC ലാമിനേഷൻ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് വരുന്നത്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. റോഡിനോട് അഭിമുഖമായിട്ടാണ് ബാൽക്കണി വന്നുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. ഒരു ജാലി ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഇതിൻ്റെ നീളം തന്നെ 17 അടി നീളവും 13 അടി വീതിയുണ്ട്. അത്രയും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് മേലെ കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേണും നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴെ കാർവിൻ ഡിസൈനിലുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ മാത്രമേ ഉള്ളൂ. ഓൾറെഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ജാഗോൻ്റെ ഡൈവേർട്ടറാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ നാലാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് തന്നെ. സെയിം പാറ്റേൺ തന്നെയാണ് വന്നുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിറർ വരാനുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേറ്റർ, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഒരു വെറ്റ് ട്രേ പ്രിൻസിപ്പിൾ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് 4 ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ല വിശാലമായുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ വാഷിംഗ് മെഷീൻ പോയിന്റായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അവിടെയായിട്ട് അയൺ ടേബിൾ ഇടാം. മേലെ ഒരു ഫാനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മിസ്സായിട്ടുള്ളൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അത് നമ്മൾ മിസ് ചെയ്തു. ഇങ്ങനെ, അതായത് മാസ്റ്റർ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം. അതിൽ നിന്നൊരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫണ്ട് ഗ്ലാസ് വരുന്നുണ്ട്, ജാലി ഡിസൈൻ വരുന്നുണ്ട്, മേലെ പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. വേണമെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റ് ഭൂമിയിൽ 2550 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ട് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 1,25 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം മെയിൻ സിറ്റീസിനോട് വളരെ അടുത്ത് കിടക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വില്ല വരുന്നത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന പ്രോജക്റ്റുകൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.